അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അതിൻ്റെ ടിപ്സും സാധനങ്ങളൊക്കെ ഫുൾ വീഡിയോയിൽ പറയുന്നതാണ്. പക്ഷേ ഞാനും ഇതിപ്പോൾ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് എന്തായാലും നോക്കാം ഇതെങ്ങനെയാവുമെന്ന്. അപ്പോൾ സംഭവം ക്രിയേറ്റിവിറ്റി റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോയെന്നറിയില്ല, ഇടയ്ക്ക് നമുക്കൊരു ക്രിയേറ്റീവ്ലി ഡൾ ഫേസ് സംഭവിക്കും. സംഭവം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഫോട്ടോസ് എടുക്കണം അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ സംഭവം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. അത് എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു ഫേസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തൊക്കെ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങും. കുറേ അടിപൊളി സ്ഥലങ്ങളിലൊക്കെ എത്തും. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനോ കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും തോന്നില്ല. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനും പിന്നെ നമ്മൾക്ക് പുറത്തിറങ്ങി ആളുകളെ ഫേസ് ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് വീഡിയോ എടുക്കാനുള്ളൊരു സംഭവം ഓൾറെഡി ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ ഒരു ക്രിയേറ്റീവ് ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഡൾ ഫേസ് വരുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് പ്രശ്നമായി തുടങ്ങുന്ന ഒരവസ്ഥയാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ കുറച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത കുറച്ച് മെത്തേഡ്സ് അത് ചിലപ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണിത്. അത് ഞാനായിട്ട് കണ്ടുപിടിച്ച സംഭവങ്ങളൊന്നുമല്ല. ഓണസ്റ്റ്ലി ഞാൻ ഇത് ജെമിനയോടും പിന്നെ ChatGPT പിന്നെ ക്ലൗഡിനോടും ചോദിച്ചു. അപ്പോൾ അവരുടെ 3 പേരുടെയും പ്രോംപ്റ്റിൽ നിന്ന് കിട്ടിയ കുറച്ച് എലമെൻറ്റ്സ് 3 പേരുടെയും എടുത്ത ഓരോ പോയിൻറ്റ്സ് ആണ് ബേസിക്കലി. സോ അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മേ ബി നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ഫേസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയാലോ. അപ്പോൾ അതിന് തന്നെ നമുക്ക് കുറച്ച് മൈൻഡ് സെറ്റ് ചേഞ്ചസ് നമുക്ക് മെൻ്റലി തന്നെ എങ്ങനെയാണെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ള കുറച്ച് പോയിൻറ്റ്സ് അവർ തന്നായിരുന്നു. അതിലോട്ട് പോവാം. സോ ഫസ്റ്റ് ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷൂട്ടിംഗ് മോഡിൽ പോവാതെ ഒരു എക്സ്പ്ലോറേഷൻ മോഡിൽ പോകാൻ നോക്കുക. കാരണം നമ്മളൊരു പുതിയ സ്ഥലത്താണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളതാണെങ്കിൽ പോലും ആ സംഭവത്തിനെ നമ്മൾ എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാൻ വേണ്ടി പോകുന്ന പോലൊരു ആ ഒരു മൈൻഡ് സെറ്റിൽ പോകാൻ നോക്കുക. കാരണം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രഷറായി പോകും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻറ്റൻസ്ലി നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ സംഭവം എങ്ങനെയുണ്ടെന്ന് കണ്ടറിയാം, ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണോ സെറ്റപ്പ് എന്നൊക്കെ നോക്കാം. ആ ഒരു മോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ലൊക്കേഷൻ സ്കൗട്ടിങ് പോലെ. അപ്പോൾ അത് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. നമ്മളവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താനും ചാൻസ് കൂടുതലാണ്. നമ്മൾ ഇത് കൊള്ളാലോ എന്നൊരു തോന്നലും വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ അതൊരു പ്രഷറായിട്ട് മാറിയിട്ട് നമുക്ക് ചിലപ്പോൾ അത്ര ഈസി ആയിരിക്കില്ല. നെക്സ്റ്റ് ഒരു സംഭവം എനിക്ക് എപ്പോഴും പറ്റാറുണ്ട്. നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് ഗൂഗിൾ മാപ്സിലെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഒരു ലൊക്കേഷനിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഈ ലൊക്കേഷൻ ഇത്രയേ ഉള്ളൂ, ഇത് ജാതി ബോറിംഗ് ആണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് മോസ്റ്റ്ലി നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ വെക്കണോണ്ടും പ്ലസ് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ അതിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടൊന്നും നോക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ലൊക്കേഷൻ ഇസ് നോട്ട് ബോറിംഗ്, യു ആർ ദ ബോറിംഗ് വൺ എന്ന് പറയുന്ന പോലെയാണ്. യു ഹാവ് ടു ഫൈൻഡ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. സോ അവിടെ നമ്മൾ എന്തെങ്കിലും നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പാറ്റേൺസോ ടെക്സ്ചേഴ്സോ അവിടെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ ഇഫ് വി ലുക്ക് ക്ലോസ്ലി. സോ അങ്ങനെ നമുക്ക് എത്ര അലമ്പ് സ്ഥലമാണെങ്കിലും അവിടെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ കാണും. ആ ഒരു മൈൻഡ് സെറ്റ് കൂടിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ ഷൂട്ട് ചെയ്യും. ആ ഒരു മോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടാനിരിക്കില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു തിങ്ങാണ് റീഫ്രെയിമിങ് ദ കോൺഫിഡൻസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ കോൺഫിഡൻസ് വേണമെങ്കിൽ നമ്മളെന്തെങ്കിലും വിചാരിക്കുക നമ്മൾ റെഡി ആണെങ്കിലാണ് നമുക്ക് ആ കോൺഫിഡൻസ് വരുള്ളൂ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് എല്ലാവർക്കും നോർമലി ഉള്ളത്. അത് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് ട്രൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ വിചാരിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ബ്ലോക്ക് ഓവർകം ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളവിടെ ചെന്ന് സംഭവം ചെയ്താലേ നമുക്കതിനുള്ളൊരു കോൺഫിഡൻസ് വരുള്ളൂ. സോ നമ്മൾ ഒരു ലൊക്കേഷനിലെത്തി 1-2 ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആവുള്ളൂ. സോ നമ്മളവിടെ ചെന്ന് 4 ആളെ കാണുമ്പോൾ നമുക്കൊരു വിയേർഡ് ഫീലിംഗ് വന്നാൽ പോലും ഇറ്റ്സ് ഓക്കെ ടു ബി വിയേർഡ്. യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് വാട്ട് യു ആർ സപ്പോസ് ടു ഡു. ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ കോൺഫിഡൻസ് ബിൽഡായി വരും. പിന്നെ നെക്സ്റ്റ് ഒരു തിങ് ഈസ് ലോവറിങ് യുവർ പെർഫെക്ഷൻ ബാർ. ആ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ ലൊക്കേഷനായിട്ട് കണക്റ്റഡ് ആണ്. സംഭവം നമ്മളിപ്പോൾ അവിടെ ചെന്നൊരു ലൊക്കേഷനിൽ നമ്മളൊന്നും കണ്ടില്ലെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നും ഇൻട്രസ്റ്റിംഗ് അല്ല. പക്ഷേ ദാറ്റ്സ് വെൻ യു ഹാവ് ടു കൈൻഡ് ഓഫ് തിങ്ക് ടു യുവർ സെൽഫ് ദാറ്റ് ഐ വിൽ മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. So maybe I'll just make the patterns, find patterns and make it look interesting. Allengil if you're taking a video or something, you would be like, I can make it better with the editing and all that stuff. So even if the location is kind of boring, 1-2 variety shots eduthu കഴിഞ്ഞാൽ I could make it look better with the color grading or editing and all that. So അത് നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റും കൂടെ ആലോചിക്കണം. ആ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല. there are options for us to make it better. പിന്നെ വേറൊരു സിമ്പിൾ മൈൻഡ് സെറ്റാണ്. അത് നോട്ട് ഈസി ടു ഇംപ്ലിമെൻറ്റ്. പക്ഷേ ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ദാറ്റ് മേക്കിംഗ് യുവർ സെൽഫ് ലുക്ക് ലൈക്ക് എ യൂട്യൂബർ. അത് ഇറ്റ്സ് ലൈക്ക് ഗെറ്റിംഗ് ഇൻ ടു എ ക്യാരക്ടർ. ഐ എം പ്ലേയിങ് എ ക്യാരക്ടർ ടുഡേ. സോ ഐ എം ആക്ടിങ് ലൈക്ക് എ യൂട്യൂബർ. ഇവിടെ ആൾക്കാർ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സോ ഐ എം നോട്ട് യൂസ് ടു ദിസ് ഫീലിംഗ്. പക്ഷേ ഐ എം ജസ്റ്റ് കൈൻഡ് ഓഫ് ലൈക്ക് ഞാൻ സാധാരണ ചെയ്യുന്നൊരു പണിയാണിത്, ഒരു വ്ളോഗിങ് യൂട്യൂബറാണ് ഞാൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി ആ ഒരു ഇതിൽ ഞാൻ അഭിനയിക്കുകയാണ് ബേസിക്കലി. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി ആ ഒരു ചളിപ്പ് കുറഞ്ഞ് കിട്ടും. സെയിം വേ ഈവൻ ഇഫ് യു ആർ ടേക്കിംഗ് ഫോട്ടോസ് ആൻഡ് സ്റ്റഫ്, നിങ്ങളൊരു നൈസ് ലൊക്കേഷനിലാണെങ്കിൽ ആക്ട് ലൈക്ക് എ ടൂറിസ്റ്റ്. സോ
ഓ ഇത് പുതിയ ഈ സാധനം കൊള്ളാലോ, നമുക്ക് ഒരു മൈൻഡ് സെറ്റിൽ 1-2 ഡയലോഗ് സ്വയം പറഞ്ഞ് ഫോട്ടോസ് എടുക്കുക. അപ്പം അങ്ങനെയാകുമ്പോൾ ആൾക്കാർ വലിയ മൈൻഡ് ചെയ്യില്ലാവും, ഏതോ ടൂറിസ്റ്റ് വന്ന് 1-2 ഫോട്ടോസ് എടുക്കുന്നു, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മുടെ മൈൻഡിൽ നമ്മളങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. സോ ഇറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്സ്. അങ്ങനെ മൈൻഡ് സെറ്റ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. നമുക്ക് അവിടെ ചെന്നാൽ ഇത് മൈൻഡ് സെറ്റൊക്കെ സെറ്റായാലും ചിലപ്പോൾ അവിടെ ഇൻഡിവിജ്വലി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ഈ മറ്റേ AI സംഭവങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സംഭവം ദിവനാണ്. എയർപോർട്ട്സിൻ്റെ ആഡൊന്നുമല്ല, ബേസിക്കലി ഉദ്ദേശിച്ചത് നമുക്കൊരു ഇയർബഡ്സോ അല്ലെങ്കിൽ ഹെഡ്ഫോൺസോ ഉണ്ടെങ്കിൽ ഒരു നൈസ് പ്രോപ്പാണ്. നമുക്ക് സംഭവം മ്യൂസിക് ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജസ്റ്റ് BGM ഒക്കെ ഇട്ട് കേട്ടുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അധികം ആൾക്കാർ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവർ നോട്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ലെവൽ വരെ നമ്മൾ ശ്രദ്ധിക്കില്ല. സോ ഇറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്സ്. നമ്മളിങ്ങനെ നമ്മുടെ സ്വന്തം വേൾഡിലാണ്, അപ്പോൾ കുറേ പേര് അത് കാണുമ്പോൾ തന്നെ അവനെ മൈൻഡ് ചെയ്യേണ്ടാത്തൊരവസ്ഥയിൽ പൊക്കോളും. അങ്ങനെ കുറച്ച് ഹെൽപ്ഫുള്ളാണ് ഈ സംഭവം. എനിക്ക് ആക്ച്വലി ഞാൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് കണ്ടു. കാരണം ഞാൻ 1-2 പാർക്കിലൊക്കെ പോയപ്പോൾ സംഭവമായിട്ട് നമ്മുടെ പണി നോക്കി പോകുന്നൊരു മോഡാണ്. അപ്പോൾ അങ്ങനെ ഒരു നൈസ് പ്രോപ്പാണ് നമ്മുടെ ഒരു ഇയർബഡ്സ്. ആപ്പിൾ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതാണെങ്കിലും നിങ്ങളുടെ ഇയർബഡ്സോ അല്ലെങ്കിൽ ഹെഡ്ഫോൺസോ. വീടിൻ്റെ അടുത്തൊരു നേച്ചർ സ്പോട്ട് നോക്കി വന്നതാ, ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ നേച്ചർ, ഇതാണ് അവസ്ഥ. എനിവേ, സോ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഒരു വാമപ്പ് സെറ്റപ്പ് ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും പോയി, എനിക്ക് പറ്റിയിട്ടുള്ളതാണ്, ഞാൻ കാറിൽ നിന്ന് ഇറങ്ങില്ല. നമ്മൾ കാറിൽ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇനി ക്യാമറ എടുക്കണം, ട്രൈപോഡ് എടുക്കണം, അങ്ങനെ കുറേ സ്റ്റെപ്പുകൾ നമുക്കുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അവിടെ ഇനിയിപ്പോൾ അത് ഇറങ്ങി എടുക്കണം, ഫോട്ടോ എടുക്കണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വരാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ക്യാമറയൊക്കെ തൊട്ടടുത്ത് തന്നെ കാറിൽ തന്നെ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സീറ്റിലോട്ട് വെച്ചേക്കുക. അവിടെ എത്ര വഴിക്ക് തന്നെ എടുക്കുക, പുറത്തിറങ്ങുക, ഒരു 10 ഫീറ്റിനുള്ളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും 1-2 ഫോട്ടോസ് എടുത്തേക്കുക. സോ ആ ഒരു മൈൻഡ് സെറ്റ് ഫ്രീ ആവും നമുക്ക് ഓക്കെ ഫോട്ടോ എടുത്തു, ഒരു ഫോട്ടോ എടുത്തു, ഒരു പ്രശ്നമില്ലല്ലോ, ഇനി നമുക്ക് വീണ്ടും എടുക്കാമല്ലോ. അങ്ങനെ ആ ഉള്ളൊരു വാമപ്പ് പോയിന്റ് ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓൾസോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ലാതെ പോകുന്നതിനേക്കാളും കുറേ മൈക്രോ മിഷൻസ് വയ്ക്കുക. സോ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ഷാഡോസ് വെച്ചിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ മാക്സിമം നോക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഫോക്കസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ എൻ്റെ സംഭവം ഒരു കളറാണ്, റെഡ് കളറുള്ള ഐറ്റംസ് എടുക്കും. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അല്ലെങ്കിൽ ടെക്സ്ചേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പാറ്റേൺസോ ടെക്സ്ചേഴ്സോ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസിയറായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു സ്പോട്ടിലെത്തി, ഇവിടെ ഇനി എന്തെടുക്കുക, ആ ഒരു തിങ്കിങ് പ്രോസസ്സ് തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ മടുപ്പിച്ച് കളയും. സോ ഈസിലി ഇന്ന സാധനം മാത്രമേ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റായിട്ട് പോകുമ്പോൾ ഓക്കെ ഐ എം ജസ്റ്റ് ഡൂയിങ് ദിസ്, ആ ഒരു സംഭവം ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ 1 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. നെക്സ്റ്റ് ഒരു സംഭവം ഒരു വിർച്വൽ പാർട്ട്ണറിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ബേസിക്കലി ഇപ്പോൾ ഞാൻ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ച് നടക്കുന്നു പറയുമ്പോൾ വേണമെങ്കിൽ യു ക്യാൻ കോൾ യുവർ ഫ്രണ്ട് ഓർ സംബഡി. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ വീഡിയോ ആണ് എൻ്റെ, അല്ലെങ്കിൽ ഈ ക്യാമറയാണ് എൻ്റെ വിർച്വൽ പാർട്ട്ണർ. ഞാൻ ക്യാമറയോട് സംസാരിക്കുകയാണ്, അപ്പോൾ ബാക്കിയുള്ളവർ നോക്കുമ്പോഴും നമ്മൾ ആരോടോ സംസാരിക്കുന്നുണ്ടല്ലോ, ആ ഒരു മോഡാണ് ബേസിക്കലി. അത് ഇപ്പോൾ നമ്മൾ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ. അത് നമ്മൾ ആ ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആരെങ്കിലോട് നമ്മൾ സംസാരിക്കുകയാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അല്ലെങ്കിൽ ഇഫ് യു ആർ ജസ്റ്റ് ടേക്കിംഗ് ഫോട്ടോസ് ആൻഡ് സ്റ്റഫ്, നമുക്ക് ഫോണിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വർത്താനം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല അധികം. സോ നമുക്ക് കൈൻഡ് ഓഫ് നമ്മുടെ ആ ഒരു സോണിലെത്താനായിട്ട് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. പിന്നത്തെ ഒരു സംഭവം, വി ഷുഡ് ഫോക്കസ് ഓൺ വോളിയം. കാരണം നമ്മളിതൊക്കെ ഇനീഷ്യലി നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. നമ്മൾ ഒരു പെയ്ഡ് ഷൂട്ടിനോ ഫോട്ടോഷൂട്ടിനൊന്നും പോകുന്നൊന്നുമല്ല, നമ്മളിത് പ്രാക്ടീസ് ചെയ്യാനും നമ്മൾക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആ സമയത്ത് വി ഷുഡൻ ഫോക്കസ് ടു മച്ച് ഓൺ ക്വാളിറ്റി. സോ വി ഷുഡ് ജസ്റ്റ് ഫോക്കസ് ഓൺ ക്വാണ്ടിറ്റി. നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് പോവുകയാണ്, ആസ് മച്ച് ആസ് പോസിബിൾ ഫോട്ടോസ് എടുക്കുക. എല്ലാ ആംഗിളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടോ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് എടുക്കാൻ നോക്കുക. സോ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോഴൊന്നും അതും അടുത്തൊരു പോയിൻ്റാണ്, നമ്മൾ വി ഷുഡൻ റിവ്യൂ എനിത്തിങ് റൈറ്റ് ദെയർ. നമ്മൾ വി ആർ ജസ്റ്റ് ഫോക്കസിങ് ഓൺ ഷൂട്ടിങ്. സോ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഓക്കെ നമ്മളിവിടെ കാണുന്നതെല്ലാം ഷൂട്ട് ചെയ്യാൻ നോക്കണം. എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മേ ബി യു വിൽ ജസ്റ്റ് ലൂസ് ലൈക്ക് 30 seconds to 1 minute ലുക്കിൻ അറ്റ് ദ ഫോട്ടോസ്. ഇത് നല്ലതാണോ, ഈ ആംഗിൾ നല്ലതാണോ എന്നൊക്കെ ജസ്റ്റ് ഷൂട്ട്. ആ ഒരു സംഭവം ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ പ്രാക്ടീസ് ഫോർ യു. സോ 2 things, always focus on quantity over the quality, and also അപ്പോൾ തന്നെ ഒന്ന് റിവ്യൂ ചെയ്യാൻ നിൽക്കരുത്. വീട്ടിൽ ചെന്നിട്ട് നോക്കുക, അത് യു വിൽ ഫൈൻഡ് അറ്റ്ലീസ്റ്റ് 1 photo ഫ്രം ലൈക്ക് ഒരു 100 ബാഡ് ഫോട്ടോസിൽ നിന്ന് ഒരു 1 നല്ല ഫോട്ടോ എങ്കിലും നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ടിപ്സും ട്രിക്സും എനിക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത്. ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല, എല്ലാം AI-യുടെ വക കിട്ടിയതാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ക്വിക്ക്ലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ 1-2 സാധനം കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. ബേസിക്കലി കൈൻഡ് ഓഫ് കം അപ്പ് വിത്ത് എ റിച്വൽ, ഒരു സ്റ്റാർട്ടപ്പ് റിച്വൽ. അതായത് നമ്മൾ വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോയി അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 സ്റ്റെപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ഷൂട്ട് ചെയ്യുക. സോ
എന്തെങ്കിലും അത് നമ്മുടെ സ്വന്തം വണ്ടിയുടെ കാറിൻ്റെ ടയറാണോ എന്താണോ, അല്ലെങ്കിൽ ആ ലൊക്കേഷനിലെ എൻട്രൻസ് വെൽക്കം ടു ദ പ്ലേസ് എന്നുള്ള പറയുന്ന സൈനാണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു 10 സ്റ്റെപ്പ് അല്ലെങ്കിൽ 20 സ്റ്റെപ്പ് എടുക്കുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, ആ ഒരു റിച്വൽ, അതൊരു നമ്മളെവിടെ പോയാലും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റിച്വലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് കൈൻഡ് ഓഫ് ലൈക്ക് ഹെൽപ്സ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് ഒരു മൈൻഡ് സെറ്റ്. ഓക്കെ, നമുക്ക് ഇനി തൊട്ട് ഫോട്ടോ എടുത്ത് തുടങ്ങാം. ആ ഒരു സംഭവം ഈസിയർ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത് ചെറുതായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഞാൻ എല്ലായിടത്ത് പോയാലും വർക്കൊന്നും ആവുന്നില്ല. നമ്മൾ വിചാരിക്കണം ചില സ്ഥലത്ത് ചിലപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. സോ അവിടെ ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല, പക്ഷേ മോസ്റ്റ്ലി ഇറ്റ്സ് ബീൻ വർക്കിംഗ് ഫോർ മീ. പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം എനിക്ക് തോന്നിയത്, നമുക്ക് സ്വയം ഒരു ചാലഞ്ച് അങ്ങ് കൊടുത്തേക്കുക. ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ എവിടെയെങ്കിലും പോയിട്ട് ഒരു പാർക്കിങ്ങിലോട്ടോ എന്തെങ്കിലും ഒരു ഓപ്പൺ സ്പേസോ എവിടെയെങ്കിലും പോയിട്ട് ഞാനൊരു വീഡിയോ എടുക്കും. അതൊരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് നമ്മളവിടെ സ്പെൻഡ് ചെയ്താൽ മതി. അവിടെ പോയിട്ട് ഒരു വൈഡ് ഷോട്ട്, ഫുൾ പാർക്കിംഗ് ഏരിയയുടെ ആണെങ്കിൽ ആ പാർക്കിംഗ് ഏരിയയുടെ ഒരു വൈഡ് ഷോട്ട്, പിന്നെ ഒരു മീഡിയം, നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതോ അങ്ങനെ എന്തെങ്കിലും 1-2 മീഡിയം എടുക്കുക. പിന്നെ ഒരു ക്ലോസപ്പ്, നമ്മൾ കൊള്ളാലോ നല്ല സ്ഥലം എന്നുകൊണ്ട് നമ്മൾ സ്വയം എൻജോയ് ചെയ്യുന്ന പോലത്തെ ഒരു ക്ലോസപ്പ് എടുക്കുക. അതെടുത്തിട്ട് അവിടെ നിന്ന് വെച്ച് ഒന്നും നോക്കരുത്, ഇത് കറക്റ്റായോ എന്തായോ സംഭവങ്ങളൊന്നും നോക്കാണ്ട് നേരെ വീട്ടിൽ വരിക, എന്നിട്ട് ജസ്റ്റ് റിവ്യൂ ചെയ്യുക. സോ ആ ഒരു സംഭവം അത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനും സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണ്. ഈവൻ ഫോട്ടോസ് ആണെങ്കിൽ പോലും നമ്മൾ ചെല്ലുന്നു, അവിടുത്തെ ആ ഒരു വൈഡ് ഒരു ഫോട്ടോ എടുക്കുന്നു. പിന്നെ അവിടെ നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റേറ്റിംഗ് കാണും, ഒരു സൈനോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു വല്ല അണ്ണാനെ കാണുമോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3-4 ഫോട്ടോസ് എടുക്കുന്നു, തിരിച്ചു പോരുന്നു. സോ നമ്മളത് നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ ഇന്നോ നാളെയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ അത്ര നല്ല ഒരു 15 to 20 മിനിറ്റ്സ് മാക്സ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ മതി അവിടെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിത് ഈ സംഭവം ഇങ്ങനെ ChatGPTയും ജെമിനായിന്നും ക്ലൗഡിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ കിട്ടിയതാണ്. സോ ഇത് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി. ഇതിൽ കൂടുതൽ കുറേ ഓപ്ഷൻസ് അവരതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത്രയൊക്കെയാണ് എനിക്ക് വർക്കിംഗ് ആയിട്ട് തോന്നിയത്. ഞാൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെയൊക്കെ ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ഭയങ്കര ക്രിയേറ്റീവായി എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല, പക്ഷേ ആ ഒരു റെസിസ്റ്റൻസ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓക്കെ ഇത് കുഴപ്പമില്ല, ദിസ് ഇസ് ഡൂവബിൾ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയി തുടങ്ങി. സോ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഹേർഡിൽസോ അല്ലെങ്കിൽ മെൻറ്റൽ ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുക. And that's pretty much it. I'll see you guys in the next one.